നമസ്കാരം. ഡൽഹിയിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥനായ അങ്കിത് ശർമ്മ കൊല്ലപ്പെട്ട കേസിൽ ആം ആദ്മി പാർട്ടി മുൻ കൌൺസിലർ താഹിർ ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഡൽഹി കർക്കർദൂമ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. 2020-ലെ ഡൽഹി കലാപത്തിനിടയിലാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത്. കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 5 പ്രതികൾക്കും കോടതി ഒരേപോലെ ജീവപര്യന്തം ശിക്ഷയാണ് നൽകിയിട്ടുള്ളത്. കൊലപാതകത്തിന് ശേഷവും പ്രതികളുടെ ക്രൂരത അവസാനിച്ചില്ലെന്നും വെറുപ്പ് അടങ്ങാത്തതുപോലെ മൃതദേഹം വലിച്ചിഴച്ച് ഓടയിലേക്ക് എറിയുകയാണുണ്ടായെന്നും വിധി പ്രസ്താവിക്കവെ അഡീഷണൽ സെഷൻസ് ജഡ്ജി പ്രവീൺ സിംഗ് വ്യക്തമാക്കി. ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒന്നായി പരിഗണിക്കാമെന്നും കോടതി നിരീക്ഷിച്ചു. IB സെക്യൂരിറ്റി അസിസ്റ്റന്റായിരുന്ന 26-കാരനായ അങ്കിത് ശർമ്മ 2020 ഫെബ്രുവരി 25-ാം തീയതിയാണ് കൊല്ലപ്പെടുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചും എതിർത്തും രംഗത്തുവന്ന വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിനിടെയാണ് ആക്രമണമുണ്ടായത്. അന്ന് മുനിസിപ്പൽ കൌൺസിലറായിരുന്ന താഹിർ ഹുസൈന്റെ ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കവെയാണ് ഇദ്ദേഹത്തിന് നേരെ ആക്രമണമുണ്ടായത്. അങ്കിത് ശർമ്മയുടെ ശരീരത്തിൽ കത്തികൊണ്ടുള്ള 51 മുറിവുകളുണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ കൊലപാതകത്തിൽ താഹിർ ഹുസൈന് നേരിട്ട് പങ്കില്ലെന്നും ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് പ്രതിഭാഗം വാദിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.